അഡീഷണൽ ആയിട്ട് അലോയ് വീൽസ് ടച്ച് സ്ക്രീൻ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓ ചെയ്തിട്ടുണ്ടല്ലേ? അലോയ്സ് ഒക്കെ ചെയ്ത് പുറത്തുനിന്ന് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഫോഗ് ലാമ്പ് ഒക്കെ ഉണ്ട്. ഏതാ ഓപ്ഷൻ എന്നുള്ള പെട്ടെന്ന് മനസ്സിലാവും. തീർച്ചയായും. പിന്നെ ഇത് ഇറങ്ങിയ സമയത്ത് മൈലേജിനെ പറ്റി നല്ലൊരു അഭിപ്രായം കേട്ടിട്ടുണ്ട്. അതെ നല്ല അഭിപ്രായം തന്നെയാണ്. മൈലേജ് അത്യാവശ്യം കൊടുക്കുന്നുണ്ട് വണ്ടി. 1 ലിറ്റർ എഞ്ചിനാണ്, എന്നാലും നമുക്കൊരു 18-19 കിലോമീറ്റർ കിട്ടുന്നുണ്ട് മൈലേജ്. പഴയ സെല്ലറിനെക്കാളും കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ പേരിലല്ലേ? ടോട്ടൽ സെക്കൻഡ് ഓണർഷിപ്പ് അയക്കുന്ന വാഹനമാണ്. KL 18 നമ്പറായി. ഇനി ഇതിന്റെ മുകളിൽ നിങ്ങളൊരു പൈസ, അതായത് ഇവർ പറയുന്ന പൈസേന്റെ മുകളിൽ ഒരു പൈസ നിങ്ങൾ ചെലവാക്കേണ്ട ആവശ്യമില്ല. NOC പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി പറയാണ്. മാറാൻ ഏകദേശം എത്ര കോസ്റ്റ് ആയിട്ടുണ്ട്? ഇത്ര നേരം നമ്മൾ പെട്രോൾ വണ്ടി കണ്ടു, ഇനി ഇതാ ഒരു ഡീസൽ വണ്ടി, അതും ഡസ്റ്റർ 85 ആണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതുവരെ വരാത്തൊരു സ്ഥലത്താണ് ഇന്ന് വന്നിരിക്കുന്നത്. പട്ടാമ്പി എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയല്ലേ? പാലക്കാട് ജില്ല പട്ടാമ്പിയിലാണ്. പാലക്കാട് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്, ഒരു 5-6 വർഷം മുന്നേ വീഡിയോ. അപ്പോൾ വീണ്ടും പാലക്കാട് ജില്ലയിലോട്ട് വന്നിരിക്കുകയാണ്. പട്ടാമ്പി ട്രൂ വാല്യൂവിലാണ്. മോട്ടോഴ്സിന്റെ ട്രൂ വാല്യൂ അല്ലേ? ഓക്കെ. അപ്പോൾ ട്രൂ വാല്യൂവിനെ പറ്റി എല്ലാവർക്കും പൊതുവെ അറിയാം. തീർച്ചയായിട്ടും. വാറണ്ടി കാര്യങ്ങളൊക്കെ അല്ലേ? 1 ഇയർ വാറണ്ടി, പിന്നെ അത്രയും ചെക്ക് പോയിന്റ്സ് കൂടെ കടത്തി വിട്ടാണ് നിങ്ങൾ വണ്ടികൾ എടുക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രസ്റ്റബിളായിട്ട് യൂസ്ഡ് കാർ വാങ്ങാൻ പറ്റുന്ന ഒരു ഡീലർഷിപ്പാണ് ട്രൂ വാല്യൂ. അപ്പൊ ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെ? പട്ടാമ്പി ടൗൺ തന്നെ. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മേലെ പട്ടാമ്പിയാണ് വരുന്നത്. നമുക്ക് മൈജിയുടെ ഷോറൂം ഉണ്ട് തൊട്ടടുത്ത്. മൈജിയുടെ ഷോറൂമിന്റെ തൊട്ടടുത്തായിട്ടാണ്. മിൽമ ചില്ലിംഗ് പ്ലാന്റിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയാം. പിന്നെ സേവന ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഉണ്ട് അതിന്റെ അടുത്ത് എന്ന് പറയാം. കറക്റ്റ് നമ്മളെ ലൊക്കേഷൻ പാലക്കാട് റൂട്ടിൽ തന്നെയാണ് വരുന്നത്. പാലക്കാട് റോഡ്. ഇത് പട്ടാമ്പി പാലക്കാട്. ഓക്കെ. അപ്പോ ഏതാ എല്ലാ സെഗ്മെന്റ് വണ്ടിയും നമ്മളിന്ന് കാണിക്കണ്ടോ? നമ്മളത്തെ എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഇപ്പൊ എത്ര സ്റ്റോക്ക് ഉണ്ട് മൊത്തത്തിൽ? ഇപ്പൊ നമ്മളടുത്ത് നിലവിൽ ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് 40 വണ്ടികളാണ് സ്റ്റോക്ക് ഉള്ളത് അല്ലേ? ഓക്കെ. ഈ സൈഡൊക്കെ വാഗണർ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. വാഗണറൊക്കെ വേണ്ടവരുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാ സെഗ്മെന്റ് വണ്ടികളും ഉണ്ട്. ഈ ക്രിസ്റ്റ ഒക്കെ ഉണ്ട് അല്ലേ? അതെ, ഇന്നോ ക്രിസ്റ്റ അവൈലബിൾ ആണ്. ഓക്കെ. എന്തായാലും നമുക്ക് കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടും. പിന്നെ പ്രൈസ് ഒക്കെ ഇവരെ നല്ല ഫൈനലാക്കിയിട്ട് തന്നെ ഇട്ടേക്കുന്ന പ്രൈസാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ധൈര്യത്തിൽ കണ്ടോളൂ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് ഫോണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യ വാഹനം കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. ടാറ്റ നെക്സോൺ ഫസ്റ്റ് ഷേപ്പ് വണ്ടി. KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷനാണ്, മലപ്പുറം ജില്ല. ഇതൊക്കെയാണ് ബ്രോ ഡീറ്റെയിൽ? ഇത് ടാറ്റ നെക്സോൺ XC വേരിയന്റ് ആണ് വരുന്നത്. ബേസ് വേരിയന്റ് ആണ് വരുന്നത്. അതെ, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള 58,000 കിലോമീറ്റർ മാത്രം. മോഡൽ ഏതാ? 2017 മോഡല്. 17 മോഡല് 58,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാ വണ്ടിയിലും ഓൾമോസ്റ്റ് തീർച്ചയായിട്ടും. പക്ഷെ എന്നാലും ഇതിൽ അങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ കുറവാണ് വെഹിക്കിളിൽ. കുറവാണ്. ഓക്കെ. അപ്പോ XE ആണ്, സ്റ്റാർട്ടിംഗ് ആണ്. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്. അഡീഷണൽ ആയിട്ട് അലോയ് വീൽസ് ടച്ച് സ്ക്രീൻ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓ ചെയ്തിട്ടുണ്ട് അല്ലേ? അലോയ്സ് ഒക്കെ ചെയ്ത് പുറത്തുനിന്ന് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഫോഗ് ലാമ്പ് ഒക്കെ ഉണ്ട്. ഏതാ ഓപ്ഷൻ എന്നുള്ള പെട്ടെന്ന് മനസ്സിലാവും. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നല്ലൊരു സേഫ്റ്റി ഉള്ള ഒരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു വാഹനത്തിന്. അത് കൂടാതെ പ്രൈസ് എങ്ങനെയാ? പ്രൈസ് വരുന്നത് 5,75,000 രൂപയ്ക്ക് നമുക്ക് 4,75,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 4,75 ഫൈനൽ റേറ്റ് ആണ് കേട്ടോ. ഓക്കെ. 4,75-ന് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. 2017 മോഡൽ 58,000 XE ആണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. ഒരു മേജർ ക്ലെയിം ഇല്ലാത്ത വണ്ടിയാണ്. മൈലേജ് ഒരു 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് ഓൾമോസ്റ്റ് ഉണ്ടാവും. മൈലേജ് ഒരു 14-15 കിലോമീറ്ററിന്റെ ഉള്ളിൽ മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം. പ്ലസ് നമുക്കൊരു 3 മോഡ്സ് അതിൽ അവൈലബിൾ ആണ്. ബേസ് വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ 3 മോഡ്സ് വെഹിക്കിളിന് അവൈലബിൾ ആണ്. സ്പോർട്സ്, ഇക്കോ, സിറ്റി എന്ന് പറഞ്ഞിട്ട് 3 മോഡ്സ് അവൈലബിൾ ആയിരിക്കും. പുരാതന അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതും മറന്നു വേണ്ട. പിന്നെ ഇതൊക്കെ ഇവർ ചെക്ക് പോയിന്റ്സ് നോക്കി എടുത്ത വണ്ടികളാണ്. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാമല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മളെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ സൈഡ് മൊത്തം വാഗണറാണ്. ഒരു 2 വാഗണർ ഇപ്പൊ പരിചയപ്പെടാം. ഇത് KL 65 രജിസ്ട്രേഷൻ തന്നെ, തിരൂരങ്ങാടിയാണ്, മലപ്പുറം ജില്ല. ഇതേതാ മോഡല്? 1.2 ലിറ്റർ VXI 2021 മോഡല്. ഓക്കെ. 21 മിഡിൽ ഓപ്ഷൻ. 1.2 ആണ് ഇത്. ഓക്കെ. 12-15 റേഞ്ചാണ് ഏകദേശം മൈലേജ്. അതിന്റെ മേലെ കിട്ടും. ഓൾമോസ്റ്റ് 16 കിട്ടും. ഓക്കെ. 1.2 ആണെങ്കിൽ കൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട് അല്ലേ? ഉണ്ട്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ആയിട്ട് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. ഓണർഷിപ്പ് എത്രയുള്ളത്? സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. സെക്കൻഡ് ഓണർ കിടക്കുന്ന വാഹനമാണ്. 21 മോഡൽ VXI 2021 VXI 1.2 ലിറ്റർ. ആകെ 52,000 കിലോമീറ്റർ റേഞ്ചാണ് ഓടിയിട്ടുള്ളൂ. 52,000 അല്ലേ? ഓക്കെ. 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട് ഇതിന്. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് ആസ്കിങ് 5,15 ആണ്. 5,15,000 രൂപ. 21 മോഡൽ VXI 1.2 ആണ്.
മറ്റേ എഞ്ചിനുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. ഇത് മാർക്കറ്റ് പെർഫോമൻസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. ലോൺ ഒരു 4.25 വരെ കിട്ടും. തീർച്ചയായിട്ടും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഗണർ KL 52 രജിസ്ട്രേഷൻ. 52 ഇവിടെ തന്നെയാണ് പട്ടാമ്പി. നമ്മുടെ സ്വന്തം രജിസ്ട്രേഷനുള്ള വണ്ടി. സ്വന്തം രജിസ്ട്രേഷൻ ആണ്. ഏതാ മോഡൽ ഇത്? ഇത് 2022 മോഡല് 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടി. നേരത്തെ കണ്ട 1.2, ഇത് 1 ലിറ്റർ 22 മോഡൽ. ഇത് അത് 21 ആയിരുന്നു. മൈലേജ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യാം. ബാക്കി അതിന്റെ സുഖ സൗകര്യമുള്ള സെയിം തന്നെ, മൈലേജ് കുറച്ച് കൂടുതൽ 1-2 കിലോമീറ്റർ കൂടുതൽ. സെയിം വേരിയന്റ് VX തന്നെയാണ് വരുന്നത്. ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. ആകെ 62,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. സിംഗിൾ ഓണർ. ഇത് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. അപ്പോൾ അത്യാവശ്യം മൈലേജിൽ 121 നല്ല നമ്പറുമാണ്. അടിപൊളി നമ്പറുമാണ്. ഓക്കെ. അത്യാവശ്യം മൈലേജിൽ കൊണ്ടടക്കാൻ പറ്റിയൊരു സെഗ്മെന്റ് ആണ്. അതായത് നിങ്ങൾ സെലറിയോ ഇതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. ഇതും എടുക്കാം. രണ്ടും ഏകദേശം ഒരേ കാറ്റഗറി തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതും ടയേഴ്സ് വലിയ കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല. അത്യാവശ്യം ഓടാനുള്ള ടയേഴ്സ് ഉണ്ട്. ഓക്കെ. പ്രൈസ് നമുക്കൊരു 495 കൊടുക്കാം. 4,95,000. ഇത് 1 ലിറ്റർ ആണ്. 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇതിലൊക്കെ ഒരു 4.5 വരെയൊക്കെ ലോൺ വരും. തീർച്ചയായിട്ടും. നല്ല പ്രൊഫൈലിനെ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും ചെയ്യാം. ഫുൾ ലോൺ കിട്ടും. അടുത്തത് ന്യൂ ഷേപ്പ് സെലേറിയോ ആണ്. KL 51 എവിടെയാ? ഒറ്റപ്പാലം. എല്ലാം അടുത്തടുത്താ. പട്ടാമ്പി ഒറ്റപ്പാലം എല്ലാം പാലക്കാട് ജില്ലയിലെ. പിന്നെ ഇത് ഇറങ്ങിയ സമയത്ത് മൈലേജിനെ പറ്റി നല്ലൊരു അഭിപ്രായം കേട്ടിട്ടുണ്ട്. നല്ല അഭിപ്രായം തന്നെയാണ്. മൈലേജ് അത്യാവശ്യം കൊടുക്കുന്നുണ്ട് വണ്ടി. 1 ലിറ്റർ എഞ്ചിനാണ്. എന്നാലും നമുക്കൊരു 18-19 കിലോമീറ്റർ കിട്ടുന്നുണ്ട് മൈലേജ്. പഴയ സെലറിയോനെക്കാളും കിട്ടുന്നുണ്ട്. പഴയ സെലറിയോ നോക്കുകയാണെങ്കിൽ 15-16 റേഞ്ചിലേക്കുള്ള മൈലേജാണ് ഉണ്ടായിരുന്നത്. അതിനെക്കാട്ടി 2-3 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ. ഏതാ മോഡൽ ഇത്? ഇത് 2023 23 VX ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. ട്രൂ വാല്യൂ വാറന്റി 1 ഇയർ ട്രൂ വാല്യൂ വാറന്റി ഉണ്ട്. 3 സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വെഹിക്കിളാണ്. ഒരു ക്യൂട്ട് വണ്ടിയാണ്. ചെറിയൊരു ഫാമിലിക്ക് നല്ല ലുക്കിലുള്ള ഒരു വണ്ടി. അതെ, തീർച്ചയായും നല്ലൊരു ക്യൂട്ട് വണ്ടിയാണ്. ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ചെറിയൊരു റീപ്ലേസ്മെന്റ് നടന്നിട്ടുള്ള അതിന്റെ ബോണറ്റും ബമ്പറും മാറിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററിയുണ്ട്. നിങ്ങൾ വാറണ്ടി കൊടുക്കുന്നില്ലേ? ഓ തീർച്ചയായിട്ടും. മേജർ അല്ല അത്. ഇവരെല്ലാം ചെക്ക് ചെയ്തിട്ട് വാറണ്ടി കൊടുക്കും. അങ്ങനത്തെ കാര്യമായ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ ഇവർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ചോദിച്ചത്. കൊടുക്കുന്നുണ്ട്. VXi ആണ്. അത്യാവശ്യം മൈലേജിൽ നല്ലൊരു ക്യൂട്ട് ലുക്ക് വണ്ടി കൊണ്ടുനടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർ. ഓക്കെ. എത്രയാ ചോദ്യം? 495. 4,95,000 രൂപയ്ക്ക് 23 മോഡൽ സെലറിയോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. VXi. ഓക്കെ. ഇതിൽ ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് മാക്സിമം ലോൺ കയറും. നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. വണ്ടീന്റെ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടുള്ള ഇതാണ് പറയുന്നത്. ബാക്കി നിങ്ങളുടെ പ്രൈസ് പറയുന്നത് നമ്മൾ മാക്സിമം ഒരു ഓഫർ റേറ്റ് എന്നുള്ള ലെവലിലാണ് നമ്മൾ പറയുന്നത്. വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ റേറ്റ് എന്നുള്ള ലെവലിലാണ് നമ്മൾ. ഇവിടെ ഇട്ട പ്രൈസ് ഞാൻ പറഞ്ഞിട്ട് പിന്നെയും കുറച്ചതാണ്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് റേറ്റ് തന്നെയാണ് ഏകദേശം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ആൾട്ടോ 800 KL 21 തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷൻ ആണ്. ഇതേതാ മോഡല്? 2019 മോഡല് LXi ആണ് വരുന്നത്. നിലവിൽ ഇപ്പോൾ 3rd ഓണർഷിപ്പിലാണ് ഉള്ളത് വണ്ടി. LXi എന്തെങ്കിലും അഡീഷണൽ ചെയ്തിട്ടുണ്ടോ? സ്റ്റീരിയോ കാര്യങ്ങൾ എന്തെങ്കിലും? അഡീഷണൽ സ്റ്റീരിയോ ഉണ്ട്. പിന്നെ സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ. ബാക്കി 2 ഡോർ പവർ വിൻഡോ, AC പവർ, അത് നോർമൽ തന്നെയാണ്. VXi ആയാലും വരിക. അപ്പോൾ ഒരു VXiന്റെ ഓപ്ഷനിലേക്ക് മാറിയിട്ടുണ്ട് ഓൾമോസ്റ്റ് അല്ലേ? 19 മോഡൽ. ഓക്കെ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 80,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ വണ്ടിയിൽ? ഇല്ല. കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇതിപ്പോൾ സംബന്ധിച്ച ഇവർ യാർഡിലാണ് വണ്ടിയുള്ളത്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ റഷ് കാണുമ്പോൾ മൊത്തത്തിലൊന്ന് ചെളിയോ ഇതൊക്കെ പിടിച്ച പോലെ തോന്നും. പക്ഷേ എല്ലാം ക്ലിയർ ആക്കിയിട്ട് പോളിഷ് ഷീറ്റിലെ വണ്ടി കൊടുക്കുള്ളൂ ഡെലിവറി സമയത്ത്. മഴ പെയ്തതിന്റെ ഇതാ. അതുകൊണ്ടാ പറഞ്ഞിട്ട് കാര്യമില്ല. ലൈറ്റും കുറവല്ലേ? അതെ. പ്രൈസ് എങ്ങനെയാണ് ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന റേറ്റ് 2,75,000. 19 അല്ലേ? LXi 270 ചോദ്യം. ഇത് വാറണ്ടി കപാടല്ലേ? ഉണ്ട്. വാറണ്ടി എല്ലാം കപാടാണ്. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. ഒരു 2.5 വരെയൊക്കെ ലോണും കിട്ടൂലേ? തീർച്ചയായിട്ടും. ഓക്കെ. ചെറിയ എമൗണ്ട് ഉണ്ട് ഇറക്കാം. ചിലപ്പോൾ ഫുൾ ലോണും ചാൻസ് ഉണ്ട്. അടുത്തത് വിറ്റാറ ബ്രസ KL 71 നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ്. മലപ്പുറം ജില്ല. ഇതേതാ മോഡല്? 2022 മോഡല്. ടോപ്പൻ ZXi പ്ലസ് ആണ് വരുന്നത്. ഓക്കെ. പ്ലസ് ഡ്യുവൽ ടോൺ ആണ് വണ്ടി. ഡ്യുവൽ ടോൺ. ഇതിൽ സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നില്ലല്ലോ അല്ലേ? ഇല്ല, അത് നോർമൽ. ഓക്കെ. പിന്നെ പുതിയ ഷേപ്പിലേക്ക് വരുമ്പോഴാണ് സ്മാർട്ട് ഹൈബ്രിഡിലേക്ക്. ഓക്കെ. അപ്പോൾ ഏറ്റവും ടോപ്പിൻ്റെ പെട്രോൾ വണ്ടിയാണ്. ഒരു 12-15 തന്നെ മൈലേജ് ഏകദേശം ആ റേഞ്ചിൽ ഏകദേശം കിട്ടും. ഇതിൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ആകെ 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയേഴ്സ് മാറിയിട്ട് ഫ്രണ്ടിൽ പുതിയ ടയേഴ്സ് ആണല്ലോ?
ഇല്ല, ഒന്നേ മാറിയിട്ടുള്ളൂ. ആ സ്റ്റെപ്പിനായിരിക്കും. ഓക്കെ ഓക്കെ. ആവറേജ് യൂസ് ചെയ്യുന്ന ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ 39,000 കിലോമീറ്ററാണ് ആ കൂടിയിട്ടുള്ളൂ. വണ്ടി ഇന്റീരിയർ എക്സ്റ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വെഹിക്കിളാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ 22. ഓക്കെ. എത്രയാ പ്രൈസ്? ആസ്കിന റേറ്റ് 970 9,70,000 രൂപയ്ക്ക് 22. ഇതും വാറണ്ടിയിൽ അല്ലേ? 1 ഇയർ വാറണ്ടി വരുന്ന വാഹനമാണ്. 22 ZX ഏറ്റവും ടോപ്പൻ്റാണ്. ZX പ്ലസ് ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. ഇതിനപ്പുറം ഒരു ഫീച്ചർ ഇല്ല. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടോ നോക്കിയോ, ഒരു 9 lakhs വരെ ലോൺ കിട്ടുമോ? അതെ, കിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ്, അത്യാവശ്യം മൈലേജിൽ മെയിൻ്റനൻസ് കുറഞ്ഞ് നോക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു മോഡലാണ് ബ്രസ. അടുത്ത വണ്ടിയിലേക്ക്. ഇത്ര നേരം നമ്മൾ പെട്രോൾ വണ്ടി കണ്ടു. ഇനി ഇതാ ഒരു ഡീസൽ വണ്ടി, അതും ഡസ്റ്റർ 85 ആണ്. 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി കേട്ടോ. എന്നാൽ 110 അത്ര മെയിൻ്റനൻസ് ഉണ്ടാവില്ല, പെർഫോമൻസും ഉണ്ടാവും. കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്, KL13. ഏതാ മോഡല്? 2019 സിംഗിൾ ഓണർഷിപ്പ്, 98,000 കിലോമീറ്റർ ഓട്ടം. 98,000 19 മോഡൽ. ഓക്കെ. സർവീസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ വണ്ടികൾക്കൊക്കെ സർവീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല? ഇല്ല, മേജർ ആയിട്ടൊന്നുമില്ല. ഒരു ഡസ്റ്ററിന്റെ ഒരു ഐക്കോണിക് കളറാണ് കോഫി ബ്രൗൺ. ഓക്കെ. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് ആസ്ക് ചെയ്യണത് 580. 5,80,000. 85 മാനുവൽ 2019 മോഡൽ വാഹനം, 90,000 ഓടിയ വണ്ടി അല്ലേ? സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർ. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോൺ ഒരു ഫുൾ കിട്ടോ? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം, നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതാ ഇന്നോവ ക്രിസ്റ്റ. ഇത് നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ ഇതിൻ്റെ സൈഡിൽ ഇത് കണ്ടാൽ ചോദിക്കും, ഇതായിരിക്കും നമുക്ക് വരിക. ഓക്കെ. അതുകൊണ്ട് നമ്മൾ കാണിക്കുകയാണ്. KL10 മലപ്പുറം രജിസ്ട്രേഷൻ വരുന്ന വാഹനം. അതായത് ഇങ്ങോട്ടേക്ക് റിയായി കഴിഞ്ഞു. മോട്ടോസിന്റെ അണ്ടറിലേക്ക് തന്നെയാണ് ആയിട്ടുള്ളത്. മോട്ടോസിന്റെ മുകളിൽ തന്നെയാണ് ആയിട്ട് പേര് മാറിയിട്ടുള്ളത്. ഓക്കെ. അവിടെ എത്ര സിംഗിൾ ഓണർ? അവിടെ സിംഗിൾ ഓണർ. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ പേരിലല്ലേ? ടോട്ടൽ സെക്കൻഡ് ഓണർഷിപ്പ് അയക്കുന്ന വാഹനമാണ്. KL13 നമ്പറായി. ഇനി ഇതിന്റെ മുകളിൽ നിങ്ങളൊരു പൈസ, അതായത് ഇവർ പറയുന്ന പൈസേന്റെ മുകളിൽ ഒരു പൈസ നിങ്ങൾ ചെലവാക്കേണ്ട ആവശ്യമില്ല. NOC പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി പറയാണ്. മാറാൻ ഏകദേശം എത്ര കോസ്റ്റ് ആയിട്ടുണ്ട്? ശരി, 2 ലക്ഷത്തിന് മേലേക്ക് ഏകദേശം വരുന്നുണ്ടാവും. 2 ലക്ഷത്തിന് മേലെ ചെറുതായിട്ട് ആ ഒരു റേഞ്ച് പിടിച്ചോ മാറാൻ കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു മോഡൽ വേറെ വണ്ടിന്റെ വില കമ്പയർ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ഈ വണ്ടിക്ക് എന്താ വെച്ചാൽ പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടല്ല. അത് കൂടാതെ എനിക്ക് തോന്നുന്നില്ല റീ രജിസ്ട്രേഷൻ വണ്ടികൾക്ക് വാറണ്ടി കൊടുക്കുമെന്നുള്ളത്, വേറെ എവിടെയും കൊടുക്കുമെന്നുള്ള എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വാറണ്ടി 1 ഇയർ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. വാറണ്ടി ഉണ്ട്. ഓക്കെ. അതാണ് ഹൈലൈറ്റ്. ഓക്കെ. മോഡല് ഓപ്ഷൻ 22 GX Plus ആണ് വേരിയന്റ് വരുന്നത്. മാനുവൽ? അതെ, മാനുവൽ. ഓക്കെ. 22 GX Plus. കിലോമീറ്റർ എത്ര? 1,79,000 റേഞ്ചാണ് ഓടിയിട്ടുള്ളത്. 1,79. ഓക്കെ. സർവീസ് ഒക്കെ ഉണ്ടല്ലോ? സർവീസ് ഫുൾ പക്ക സർവീസ് ഉള്ള വണ്ടി. ക്ലെയിമും കാര്യമൊന്നുമില്ല? ക്ലെയിം ഒന്നുമില്ല. 1,79 ഓടിയിട്ടുണ്ട്. ക്രിസ്റ്റയാണ്, അറിയാലോ. ഓക്കെ. പ്രൈസ് എങ്ങനെയാണ് നിങ്ങളുടെ? പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 18,25 ആണ്. 18,25,000. ഇതിന്റെ മുകളിൽ നിങ്ങൾ ₹1 പോലും ചെലവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇൻഷുറൻസ് എല്ലാം വാറണ്ടി, ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ. ₹1 നിങ്ങൾ ചെലവാക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ മുകളിൽ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോണും കിട്ടും അല്ലേ? ഒരു 16 ലക്ഷം കിട്ടും ഏകദേശം കിട്ടുന്നുണ്ടാവും. കേരളയിലുള്ള വണ്ടിയല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മുടെ അടുത്ത വാഹനത്തിലെത്തി. ബലെനോ KL43 മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ ആണ്, എറണാകുളം ജില്ല. ഏതാ മോഡൽ ബ്രോ? 2018 മോഡല് ഡെൽറ്റയാണ് വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ. പക്ഷേ ഇതിൽ തന്നെ എന്താ പറയാ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അലോയ്സ് ഉണ്ടാവില്ല അല്ലേ? അലോയ്സ് ഉണ്ടാവില്ല. പ്രൊജക്ടഡ് ഹെഡ് ലാമ്പ്, മിറർ ഫോൾഡിംഗ്, മിററിന്റെ മുകളിൽ ഇൻഡിക്കേഷൻ, എല്ലാം അങ്ങനെ എല്ലാ സാധനങ്ങളും വരും. ഫോഗ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 78,000 കിലോമീറ്റർ. 78,000. പെട്രോൾ, മാനുവൽ വാഹനം. ഒരു 12-15 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. 18 അല്ലേ? കമ്പനി സർവീസാ? ഫുള്ള് കമ്പനി സർവീസിലുള്ള വണ്ടി. വാറണ്ടി കാര്യങ്ങളൊക്കെ? വാറണ്ടി 18 ആയ കാരണം കൊണ്ട് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇൻസ്പെക്ടഡ് വെഹിക്കിൾ ആണ്. ഒരു ചെക്ക് ചെയ്തെടുത്താണ്. അപ്പോൾ പേടിക്കാണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അങ്ങനത്തെ വണ്ടിയാണ്. ഓക്കെ. പിന്നെ കുഴപ്പമില്ലാത്ത ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് എങ്ങനെയാ നമുക്ക്? പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 5,15,000. ആസ്കിംഗ് അല്ല ഫൈനൽ? ലാസ്റ്റ് റേറ്റ് 5,15. 5,15 2018 ഡെൽറ്റ ബലെനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അത് സെക്കൻഡ് ഓണർ കിടക്കുന്ന വാഹനം. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടോ നോക്കിക്കോളൂ. ഒരു 4.25 വരെയൊക്കെ ലോണും കയറൂലേ? അപ്പോൾ കണ്ടല്ലോ, ഇനി അടുത്ത വണ്ടിയില്ല. മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വാട്ടർ സർവീസ് ചെയ്യേണ്ട ഇതിലുണ്ട് അല്ലേ വണ്ടികൾ? ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്താണ്. ഇങ്ങോട്ടേക്കുള്ള കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും
ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മേലെ പട്ടാമ്പി മിൽമയുടെ ചില്ലിംഗ് പ്ലാന്റ് നേരെ ഓപ്പോസിറ്റ് അല്ലേ? അതാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ കണ്ടല്ലോ, വാറണ്ടി ഒക്കെ ലഭിക്കുന്ന വാഹനങ്ങളാണ്. ഇത് മാത്രമല്ല വേറെയും സ്റ്റോക്ക് ഉണ്ടല്ലോ. ലിവിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ. ഡീസൽ അത് ഡിക്കുള്ളതും ഉണ്ട്, അതുപോലെ തന്നെ ലിവിയും വരുന്നുണ്ട്. അല്ല, അത് പെട്രോളാണ്. പെട്രോൾ രണ്ടും പെട്രോൾ വണ്ടികൾ തന്നെ. എറ്റിയോസ് ലിവിയോ ഒക്കെ ഉണ്ട് ഇവിടെ. സോണറ്റ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റും കൊണ്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. ബൈ.